ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 24-ാമത്തെ ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ രണ്ട് വായനകളുടെ വെളിച്ചത്തിൽ അതിൻ്റെ ആഴത്തെ തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കുന്നു. ആദ്യത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നാണ്. സഹനാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കുരിശാനുഭവം നമുക്ക് പലപ്പോഴും നൽകുന്നത്. ഈ സഹനാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. ഇസ്രായേൽ ജനം ഒരു സഹന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അവര് ചുറ്റിനും ഭക്ഷണത്തിനുള്ള ലഭ്യതക്കുറവ് അനുഭവപ്പെട്ട് ആ സഹനാനുഭവത്തെ തിക്താനുഭവമായി തിരിച്ചറിഞ്ഞ് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരായി മാറുന്നു. പുറപ്പാടിന്റെ പുസ്തകം അവസാനിക്കുന്നത് ഇസ്രായേൽ ജനത്തോടൊപ്പം സന്തത സഹചാരിയായി പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിയായും സ്ഥിതി ചെയ്തിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ സാന്നിധ്യത്തെ അവർ മറന്നുപോവുകയാണ്. ഈ സാന്നിധ്യത്തെ മറന്നുപോകുന്നത് തന്നെയാണ് ഒരു തരത്തിൽ നോക്കിയാൽ അവരുടെ സഹന അനുഭവമായിട്ട് മാറിപ്പോകുന്നത്. അവർക്ക് ചുറ്റുപാടുമുണ്ടായിരുന്ന സാഹചര്യങ്ങൾ മങ്ങിപ്പോകുന്നതല്ല, മറിച്ച് തങ്ങളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ഏതനുഭവത്തിലും തങ്ങളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ഈ ദൈവാനുഭവത്തെ മറന്നുപോകുന്നതാണ് അവർക്ക് സഹനാനുഭവമായി തിക്താനുഭവമായിട്ട് മാറുന്നത്. അതിന് വിപരീതമായിട്ടാണ് നമ്മൾ തുടർന്നുള്ള വായനകളിൽ ഈശോയുടെ കുരിശാനുഭവത്തെ, സഹനാനുഭവത്തെ വായിച്ചെടുക്കുന്നത്. നിക്കോസ് കസന്തസാക്കിസ് എന്നുള്ളൊരു എഴുത്തുകാരനെ നമ്മൾ വായിച്ചെടുക്കും. ദ ഗോഡ്സ് ഓൺ പർപ്പർ എന്നുള്ള മഹത്തായിട്ടുള്ള ഗ്രന്ഥം എഴുതിയിട്ടുള്ള ലേഖകനാണ്. അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തുള്ള തൻ്റെ പിതാവിനെ കുറിച്ചുള്ള ഓർത്തെടുക്കുന്നത് ഇപ്രകാരമാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ കൃഷിക്കാരായിട്ട് ജീവിക്കുന്ന ജനത, ഒരു ദ്വീപിൽ അവർ കൃഷി ചെയ്യുന്നത് മുന്തിരിയാണ്. ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം. അവര് മുന്തിരിയൊക്കെ കൃഷി ചെയ്ത് അത് ശേഖരിച്ച് അത് വിൽക്കാനായിട്ടുള്ള സമയമെടുത്തു. അങ്ങനെ ഒരു കൊയ്ത്തനുഭവത്തിലൂടെ കടന്നു പോകുന്ന, മനസ്സ് നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവരുടെ ഇടയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് വലിയൊരു മഴ എത്തുന്നു. ഈ മഴ തുടർന്നു കൊണ്ടുപോകുന്നു. അവർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അവരുടെ സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ ദുഃഖത്തിന്റെ, കരച്ചിലിന്റെ ദിനങ്ങളായിട്ട് മാറുന്നതായിട്ട് കസന്തസാക്കിസ് ശ്രദ്ധിക്കുന്നു. വലിയ കരച്ചിലിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ പെട്ടെന്ന് ഓർക്കുന്നത് തന്റെ പിതാവിനെ തന്നെയാണ്. തന്റെ പിതാവ് എങ്ങനെയായിരിക്കും ഈ തിക്താനുഭവത്തെ, സഹനാനുഭവത്തെ നോക്കിക്കാണുന്നത് എന്നറിയാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുന്നു. അയാൾ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലോട്ട് എത്തുമ്പോൾ മുട്ടോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന തന്റെ പിതാവിനെയാണ് കാണുന്നത്. തന്റെ പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ്, അപ്പ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു, നമ്മൾ ഈ ഒരു വർഷക്കാലം കൊണ്ട് ശേഖരിച്ച കാര്യങ്ങളെല്ലാം ഇതാ ഒഴുകിപ്പോകുന്നു. അപ്പോ പിതാവ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവനെ താക്കീത് ചെയ്തുകൊണ്ട് പറയുന്നു, മിണ്ടാതിരിയടാ ഓഴ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത് അതൊരു ആത്മസംതൃപ്തിയുടെ പദമായിട്ടാണ് അയാൾ വായിച്ചെടുക്കുന്നത്. കാരണം നമുക്കിനിയും സാധ്യതകളുണ്ട്. ദൈവം അനുവദിച്ചാൽ ഇനിയും നമുക്കിതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സാന്ത്വന വാക്കായിട്ട് അയാൾ അതിനെ തിരിച്ചറിയുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറം അയാൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുരിശനുഭവത്തിലൂടെ, തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ കണ്ണടച്ച് തന്റെ ഗ്രാമീണനായിട്ടുള്ള തന്റെ പിതാവിനെ ഓർത്തുകൊണ്ട് ഈ വാക്യം അയാളുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവെക്കും, മിണ്ടാതിരിയുടെ പോഴ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ സഹനാനുഭവത്തെ നമുക്കൊരു സ്നേഹാനുഭവമാക്കി മാറ്റാൻ പറ്റും. അതിന് തന്റെ പിതാവ് നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ പിതാവ് നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു കാര്യം, വസ്തുത മറക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. രണ്ടാമതായി നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് വായിച്ചു കേൾക്കുന്നത്. അതിലെങ്ങനെയാണ് ഈശോ തന്റെ കുരിശിനെ സ്വീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സ്നാനം എന്നുള്ളൊരു പദമാണ് ഈശോ എപ്പോഴും സുവിശേഷത്തിൽ ഉപയോഗിച്ചതായിട്ട് കാണുന്നത്. എനിക്കൊരു സ്നാനത്തിലൂടെ കടന്നു പോകാനുണ്ട്, ഒരു പുതിയ തലത്തിലേക്ക് തന്റെ ജീവിതത്തെ എത്തിക്കുന്ന അനുഭവമാണ് ഈ സഹന അനുഭവം എന്നുള്ളൊരു കാഴ്ചപ്പാട്, എന്നൊരു വെളിച്ചമാണ് ഈശോ നമുക്ക് നൽകുന്നത്. ഒരു സ്നാന അനുഭവമാണ് കുരിശനുഭവം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് രണ്ടാമതായിട്ട് ലഭിക്കുന്നു. റിക് വാറന്റ് എന്നുള്ളൊരു മഹാനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും.
അമേരിക്കക്കാരനായിട്ടുള്ള അദ്ദേഹം 2013 കാലഘട്ടത്തിലൊക്കെ വളരെ അറിയപ്പെടുന്ന ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നുള്ള പുസ്തകം, അത് ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം എന്നൊക്കെ അറിയപ്പെടുന്ന പുസ്തകമാണ്. ബറാക് ഒബാമയുടെയൊക്കെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് റിക് വാരന്റിനെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇയാളുടെ ജീവിതത്തിലേക്ക് വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു വലിയ ട്രാജഡി സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് ഇത്തിരി പ്രശ്നമുള്ള മകൻ ആത്മഹത്യ ചെയ്യുന്ന അനുഭവം ഇയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പത്രമാധ്യമങ്ങളൊക്കെ ഇയാളുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചു. അയാളുടെ വിശ്വാസ ദീപം അണഞ്ഞുപോയി. വളരെയധികം ആധ്യാത്മികമായിട്ട് അമേരിക്കയെ സ്വാധീനിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ദീപം അണഞ്ഞുപോയി എന്നാണ് പത്രമാധ്യമങ്ങൾ ആ അനുഭവത്തെ രേഖപ്പെടുത്തിയത്. 2-3 മാസത്തേക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടത്തെ, ജനാവലിയെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംസാരം: കാൽവരിയിൽ അവിടുത്തേക്ക് അവിടുത്തെ മകനെ നഷ്ടമായി. അതുകൊണ്ട് ഒരു പിതാവിന് ഒരു മകനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തെന്ന് എൻ്റെ സ്വർഗീയ പിതാവിന് അറിയാം. ആ പിതാവിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരു സങ്കടവും ഉണ്ടാവുകയില്ല. എന്നിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു: ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വലിയ വിശുദ്ധീകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അവിടുത്തെ സാന്നിധ്യം മാത്രം മതി. അവിടുത്തെ സാന്നിധ്യം മാത്രം മതി. അപ്പൊ ഈ സഹനാനുഭവം ഒരു സ്നേഹാനുഭവമാക്കി മാറ്റുന്നത് നമ്മുടെ പിതാവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ വരുമ്പോഴാണ് അതൊരു സ്നാനാനുഭവമായിട്ട് മാറുന്നത്. പുതിയൊരു തലത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഈ സഹന അനുഭവങ്ങൾക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നത്. നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈ സ്നാനാനുഭവത്തിലൂടെ, സ്നേഹാനുഭവത്തിലൂടെ, സഹനാനുഭവത്തിലൂടെ കടന്നുപോയവര്, അവരുടെ കൂടെ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞവര് അനുഗ്രഹമായിട്ട് മാറുന്നതാണ്. എങ്ങനെയാണോ മോശ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തിയത്, അത് കണ്ട് മറ്റുള്ളവർ സുഖപ്പെട്ടത്, അതുപോലെ ഈശോയെ നോക്കുന്നവരും സുഖപ്പെടും. അങ്ങനെ ഒരു അനുഗ്രഹമായി ഈശോയ്ക്ക് മാറാൻ സാധിച്ചത് ഈ സഹനാനുഭവത്തിൽ താൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി സഹനാനുഭവത്തിലൂടെ കടന്നുപോയതുകൊണ്ടാണ്. ഒരു യുദ്ധം നടക്കുന്ന സമയം പട്ടാളക്കാരന്റെ അടുത്തോട്ട്, പട്ടാള മേധാവിയുടെ അടുത്തേക്ക് ഒരു ഭടൻ വരുന്നുണ്ട്. ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയുന്നു: എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പെട്ടുപോയിട്ടുണ്ട്, അവനെ എനിക്ക് രക്ഷിക്കണം. ഇയാള് നല്ല ഭാഷയിൽ തന്നെ പറയും: അത് നിനക്കൊരു അപകടം, ഞങ്ങൾക്കും അപകടം ഉണ്ടാക്കുന്ന ഒരു വലിയ കാര്യമാണ്, അത് നീ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല ഉപദേശങ്ങളും ഇയാൾ വകവെക്കുന്നില്ല. കൂട്ടുകാരനോടുള്ള സ്നേഹത്തെ പ്രതി ഈ പട്ടാള മേധാവിയും അതിനനുവദിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇയാൾ കാണുന്നത് വളരെയധികം മുറിവേറ്റുകൊണ്ട് ഈ വ്യക്തി തന്റെ കൂട്ടുകാരന്റെ ജഡവും വലിച്ചുകൊണ്ട് വരുന്നതാണ്. വലിയ വായില് അയാളെ തിരുത്തിക്കൊണ്ട്, അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ പട്ടാള മേധാവി പറയുന്നു: എന്ത് ഉപകാരമാണ് ഇതുകൊണ്ടുണ്ടായത്? നിന്നോട് ഞാനിത് നല്ല ഭാഷയിൽ പറഞ്ഞതല്ലേ? ഇപ്പോൾ നമ്മളുടെ ജീവിതത്തെ കൂടി നീ അപകടത്തിലാക്കിയിരിക്കുന്നു. ഇപ്പൊ എനിക്കൊരാളെയും കൂടി എൻ്റെ കൂട്ടത്തിൽ നഷ്ടമാകാൻ പോകുന്നു. നിനക്ക് വളരെയധികം അപകടം പറ്റിയിരിക്കുന്നു. ഇയാള് പറയുന്നു: എന്ത് ലാഭമാണ് ഉണ്ടായതെന്ന് പറയരുത് സാർ, കാരണം ഞാൻ അവിടെ എത്തിച്ചേരുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ എൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു: വേറെ ആരും വന്നില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, നീ എന്നെ അന്വേഷിച്ചു വരും, നീ എന്നെ തേടി വരും. അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ കണ്ണുകൾ അടച്ചത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം അതുതന്നെയാണ്. ഈ സുവിശേഷ ഭാഗം ഇങ്ങനെ വായിച്ചു തീരുമ്പോൾ നമ്മളോട് ചോദിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ചോദ്യം: എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സഹനാനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും തന്നെ ഒഴിച്ചുകൂടാനാവാത്ത രീതിയിൽ സഹനാനുഭവത്തിലൂടെ, കുരിശനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് എൻ്റെ സഹനാനുഭവത്തെ ഞാൻ സ്വീകരിക്കുന്നത്? അതൊരു തിക്താനുഭവമായിട്ട് മാത്രമാണോ ഞാൻ കാണുന്നത്? അതൊരു സ്നാനത്തിന്റെ അനുഭവമായിട്ട് കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ കാണണമെങ്കിൽ ഈശോ ചെയ്തതുപോലെ തന്റെ പിതാവ് തന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു കാര്യം മറക്കാതിരിക്കാം. ഏലി ഏലി ലാബ സബക്താനി എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്: നിന്റെ കൈകളിൽ, എൻ്റെ പിതാവിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഈശോയുടെ സ്വരവും. നമുക്കും ഇത് മറക്കാതിരിക്കാം. നമ്മോടൊപ്പം സഹനത്തിൽ പങ്കുചേരുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുരിശുകളെയും ഈശോ സ്വീകരിച്ചതുപോലെ
കുരിശ് സ്നേഹാനുഭവമാക്കി കുരിശാനുഭവങ്ങളെ മാറ്റുന്നത് എങ്ങനെയെന്ന് ഈശോയെ നോക്കി പഠിച്ചെടുക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.